ഹലോ. അപ്പോൾ ദേ ഇന്ന് എനിക്ക് ഡ്യൂട്ടി കണ്ണൂരാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ കെട്ടിയോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലേറ്റായി. അപ്പോൾ എന്നാൽ ഞങ്ങളൊന്ന് ബീച്ചിൽ പോയേക്കാന്ന് വെച്ചു. കാരണം എന്തായാലും വൈകി. നല്ലൊരു അന്തരീക്ഷമാണ്. വൈകുന്നേര സമയത്ത് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാട്ടോ ഈ ബീച്ച്. നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ലേ. പിന്നെ നമ്മളിത് അതിലൂടെ എല്ലാം കുറേ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ അയക്കാമെന്ന് വെച്ച് വൈകുന്നേര സമയം. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മുടെ കടലിലേക്ക് ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ. അപ്പോൾ അതിലൂടെ നമ്മൾ പോവുകയാണ്. എല്ലാവരും അതിൻ്റെ അറ്റം വരെ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനും പോകുന്നത്. ഏട്ടൻ പറഞ്ഞു എന്നാൽ നമുക്ക് അങ്ങ് അറ്റം വരെ പോയേക്കാന്ന്. അപ്പോൾ ഞാനും കെട്ടിയനോട് ഇത് ഇങ്ങനെ നടന്നു പോവുകയാണ്. കാരണം സൂക്ഷിച്ച് നടന്നു പോകണം. കാരണം ഓരോ ഇങ്ങനെ കല്ലിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നടന്നില്ലേ കാലൊക്കെ ഇടയിൽ പോകും കേട്ടോ. എന്തായാലും നമ്മൾ നടന്ന് ദേ അതിൻ്റെ അറ്റത്തെത്തി. എന്തോ ഭയങ്കര എൻ്റെ ഹൃദയമൊക്കെ കിടന്നിങ്ങനെ ഇടിക്കുമായിരുന്നു. കാരണം ഇതിന് ഇത്രയും അടുത്ത് ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ ഇങ്ങനെ കടലിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് എന്താ രസം കടലിൻ്റെ സൗന്ദര്യം കാണാനായിട്ട്. വല്ലാണ്ട് പേടിയുണ്ട്, അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലിങ്സ് അവിടെ കുറേ നേരം നിൽക്കാനായിട്ട്. നല്ല തണുത്ത കാറ്റും ഈ തിരമാലയുടെ ശബ്ദം ഭയങ്കര അടുത്തിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാവും കേട്ടോ. പക്ഷേ എന്തോ പേടിയാണെങ്കിലും അവിടെ ഇങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തോ സ്വർഗത്തിൽ പോയൊരവസ്ഥ കേട്ടോ. കുറേ നേരം നമ്മളിത് അവിടെ നിന്നു. പിന്നെ എല്ലാവരും പോകാൻ തുടങ്ങിയപ്പോൾ ഞാനും പറഞ്ഞു ഏട്ടനോട് എന്നാ വാ നമുക്കും പോയേക്കാന്ന്. കാരണം കുറേ നേരം നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പേടിയാകും. വേറെ ശബ്ദമൊന്നുമില്ല, ഈ തിരമാലേൻ്റെ ശബ്ദം അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആവും കേട്ടോ. പിന്നെ ഞാനും ഏട്ടനോട് ഇത് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. പിന്നെ ഇതേ കടലിൽ ആ സ്ഥലത്തൂടെ കുറേ നേരം സ്പെൻഡ് ഇങ്ങനെ ചെയ്തു കേട്ടോ. ഓടിക്കളിച്ച് കുറേ ടൈം. കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറേ നേരം നമ്മളിത് അവിടെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടന്നു. ശരിക്കും ഈ ഒരു സമയത്താണ് കടലിൽ വരേണ്ടത്. കാരണം കടൽ കാണാൻ വരേണ്ടത്. ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഉള്ളവർക്ക് എന്താ രസമല്ലേ, നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര സുഖമായിരിക്കും. കുറേ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കാരണം ഇങ്ങനെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു സുഖമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ ദേ അവിടുന്ന് ടാറ്റ പറഞ്ഞ്. അപ്പോൾ കുറേ നേരെ ഇരുട്ടിയായിരുന്നു. അപ്പോൾ ദേ വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.